വിവോയുടെ വിവോ V40e 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ഫീച്ചേഴ്സും അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേമും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V40e 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരും. ഏകദേശം 93.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ വെയിറ്റ് വരിക 153 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.49 mm ആയിരിക്കും. പിന്നെ IP65 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ മിന്റ് ഗ്രീൻ അതുപോലെ തന്നെ റോയൽ ബ്രോൺസ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസറാണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഇത് വിവോയുടെ ഓഫ്ലൈൻ ഫോണാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 25,000 26,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് ഈ ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നേ പറയാൻ പറ്റുള്ളൂ. വിവോയുടെ ഓഫ്ലൈൻ ഫോൺസിൽ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി IMX882ന്റെ സെൻസർ ആയിരിക്കും. നല്ലൊരു സെൻസർ തന്നെയാണ്. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്കിൽ ഒരു ഓറ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. 5500 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് മാത്രമല്ല 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരും. അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ഫോണിൽ വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 25 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഫോണിന്റെ വില 20,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിലായിരിക്കുമെന്നാണ്. പക്ഷെ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 25,000 26,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പം വില ഒരു 30,000 രൂപയുടെ അടുത്തും എത്തിയേക്കാം. അപ്പം 25,000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് ഈ ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ വിവോ V40e 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.